യഹോവ മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ ഇവരുടെ ഇടയിൽ നടന്നാൽ ശരിയാകില്ല. ഞാൻ നടന്നാൽ ഞാൻ അവരെ നശിപ്പിക്കും. ഇത് ദുശാഠ്യമുള്ളൊരു ജനമാണ്. വാഗ്ദത്തമാണല്ലോ നിങ്ങളുടെ വിഷയം. അബ്രഹാമിനോട് ഞാൻ പറഞ്ഞൊരു വാഗ്ദത്തം ഉണ്ട് എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. കനാൻ ദേശമാണല്ലോ നിങ്ങളുടെ വിഷയം. അത് നിങ്ങൾക്ക് അവകാശമാക്കി തരാം. ജാതികളെ നീക്കി അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഞാൻ ചെയ്യാം. പക്ഷെ ഞാൻ വരത്തില്ല. ഒരു ദൂതനെ നിങ്ങളുടെ മുമ്പിൽ അയക്കാം. അവൻ വന്ന് സകലതും നിങ്ങൾക്ക് ക്രമമാക്കും. അവൻ വന്ന് സകലതും നിങ്ങൾക്ക് ശരിയാക്കി തരും. ഞാനോ വരത്തില്ല. ജനത്തിന് വാഗ്ദത്തം മതി. മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരിക്കൽ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നോട് കൃപ തോന്നിയെന്ന്. അങ്ങനാണല്ലോ നിന്റെ പേരെനിക്ക് പറഞ്ഞു തന്നേ. നീ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ നീ ആ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ജനത്തിന് വാഗ്ദത്തം മതി, ജനത്തിന് കനാൻ മതി. പക്ഷെ എനിക്ക് വാഗ്ദത്തവും വേണ്ട, കനാനും വേണ്ട, അബ്രഹാം എന്നോട് സംസാരിച്ചതും വേണ്ട. എനിക്ക് നീ ഇല്ലാതെ ഒരടി ഞാനിവിടെ. ആരോടാ കർത്താവ് ഇന്ന് സംസാരിക്കുന്നത്? ആരെങ്കിലും നാളുകളായി കൊതിച്ച ദൈവ ശബ്ദങ്ങള് ഇന്ന് നിങ്ങളോട് കർത്താവ് പറയുന്നെങ്കിൽ നിങ്ങളിന്ന് സഭാഹാളിൽ വന്നത് എവിടെയോ കേട്ട വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണോ? ഇന്ന് ഈ സഭാഹാളിൽ ഫോർട്ട് കൊച്ചിയിൽ രാവിലെ കയറി വന്നത് എവിടെയോ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തത്തിന് നിവർത്തി കാണാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഇന്ന് പകല് ഒരു പ്രവചന ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു ദൈവിക ഇടപെടൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ പിരിയാൻ പറ്റാത്തതായ ഒരു ദൈവബന്ധത്തിന്റെ ആഴങ്ങൾ കൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നുകൊണ്ടാണോ? ഈ കരച്ചിലിന്റെ നടുവിൽ എവിടെയൊക്കെയോ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നുണ്ട് മോളെ. അന്തരീക്ഷം ഭയങ്കര കട്ടിയാണ്. ഉണ്ടോ? എവിടെയൊക്കെയോ ചിലരുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തിരിക്കുകയാണ്. നിന്റെ ജന്മ ഉദ്ദേശങ്ങളിലേക്ക്, നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് തമ്പുരാൻ നിന്നെ തിരിക്കുകയാണ്. ഉണ്ടോ? കർത്താവേ, ജനത്തിന് വാഗ്ദത്തം മതി, അവർക്ക് കനാൻ മതി. അവർ വേലിക്ക് പുറം കയറിയിട്ടില്ല. അവർക്ക് നീ എന്ന് പറയുന്നത് തീയ, നീ എന്ന് പറയുന്നത് പുകയാ, നീ എന്ന് പറയുന്നത് ഇടിമുഴക്കവും കാഹള ശബ്ദമാ. പക്ഷെ എനിക്കറിയാം നീ തീയുമല്ല, എനിക്കറിയാം നീ ഇടിമുഴക്കമല്ല, എനിക്കറിയാം നീ ഇടിമിന്നലുമല്ല. അതിനപ്പുറം നീ, ഞാൻ കണ്ടതാണ് നിന്നെ. ആരാ ഇന്ന് പകലിൽ എവിടെയൊക്കെയോ ചിലരുടെ ജീവിതങ്ങള് ദൈവ സാന്നിധ്യത്തിൽ അഡിക്റ്റായി പോകുന്ന, ദൈവ ശബ്ദങ്ങളിൽ രസിക്കുന്ന, ദൈവ സാന്നിധ്യത്തിന്റെ പുറകിൽ ഹല്ലേലൂയ ഓടിപ്പോകുന്നവരെ കർത്താവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുന്നല്ലോ. ഉണ്ടോ നിങ്ങൾ? നീ എന്നോട് പറഞ്ഞില്ലേ എനിക്ക് നിന്നോട് കൃപ തോന്നിയെന്ന്. നീ ഇല്ലാതെ ഞാൻ പോത്തില്ല, ഞാൻ പോയില്ല. നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ പോകില്ല. കർത്താവേ,
ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. ദൈവം പറഞ്ഞു, ചോദിക്കേ, എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് നിന്നെ മുഖമൊന്ന്. ഒരു കൂട്ടം വേലിക്കപ്പുറം ശബ്ദം വേണ്ട, കാണണ്ട, കേൾക്കണ്ട. ഒരുവനിവിടെ കിടന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അപ്പൻ്റെ കയ്യെ പിടിച്ച്, പപ്പായെ എനിക്ക് അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പറയുന്ന ലാഘവത്തിൽ തമ്പുരാനോട് പറയുന്നു, എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണാണ്ട്. ഞാൻ പ്രസംഗിക്കുന്നില്ല, ഞാൻ വാഗ്ദത്തമല്ല പറയുന്നത്. എവിടേക്കോ അസാധാരണമായൊരു ദൈവബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഈ ഡെലിവറൻസ് ചർച്ചിനെ തിരിക്കുകയാണ്. നിന്നിഷ്ടം ചെയ്യുവാ എന്നുള്ളം മുഴുവൻ നിൻ സൗന്ദര്യം തേടുന്നേ. എൻ കണ്ണുകൾ എന്നും നിന്നിൽ തന്നെ. കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ. കൂടെ ഞാൻ രാത്രി ആർക്കാണിത് പകലിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാൻ പറ്റും, നിന്റെ മുഖാമുഖം കാണുന്നു ആയിരം തിരിയാൻ കഴിയുകയില്ല. നിൻ സ്നേഹകാരസ്പർശം പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ല. ഉണ്ടോ നിങ്ങൾ? മോശേ, നീ എന്താ ചോദിച്ചതെന്ന് നിനക്കറിയാമോ? ഏദൻ തോട്ടം കഴിഞ്ഞിട്ട് ഒരുവൻ പോലും എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ മുഖം കണ്ടാൽ മരിക്കും. നീ എന്താ ചോദിച്ചതിന്റെ സീരിയസ് നിനക്കറിയാമോ? എനിക്ക് ആഗ്രഹമായിരുന്നു കയ്യെ പിടിച്ച് നടക്കുന്ന ഒരു തലമുറ വേണമായിരുന്നു. ഏദൻ തോട്ടത്തിൽ എനിക്ക് പുറത്താക്കേണ്ടി വന്നതിന് ശേഷം എനിക്കങ്ങനെ വെളിപ്പെടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു തലമുറ മുഴുവനും അപ്പുറം നിൽക്കുമ്പോ നിനക്കെന്താ ഇങ്ങനെ ഒരു ആഗ്രഹം? പറയും, കണ്ടു കയറിയപ്പോ ഞാൻ അഡിക്റ്റ് ആയി പോയി. ഈ സാന്നിധ്യം വിട്ട് ഇനി ഒരു യാത്രയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തെ തിരിച്ചത് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് സൗമ്യത തന്നത് ഇതാണെന്ന് മനസ്സിലായി. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വാ. വേണമെങ്കിൽ നിങ്ങൾക്ക് വേലിക്കപ്പുറം നിൽക്കാം, അല്ലെങ്കിൽ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ സാന്നിധ്യത്തിൽ നിന്ന് സാന്നിധ്യത്തിലോട്ടം, അവിടെ നിന്ന് അടുത്ത ഞാൻ ആ പദം ഒന്നും കൂടെ ആവർത്തിക്കട്ടെ. വേണമെങ്കിൽ 30 ലക്ഷം പേരെ പോലെ ആ വേലിക്കപ്പുറം, അല്ലെങ്കിൽ മോശയെ പോലെ കയറി 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 ദൈവത്തിന്റെ അടുത്ത് പോയി, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതും കൂടി ഒന്ന് അനുഭവിക്കാൻ പറ്റുമോ? ആരോടും പങ്കുവെക്കാത്തതുപോലെ എന്നോട് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കാം.
ഉണ്ടോ നിങ്ങൾ? തമ്പുരാൻ പറഞ്ഞു, മോശെ നീ ചോദിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ നിന്നെ, എൻ്റെ അടുക്കൽ ഒരു പാറയുടെ പിളർപ്പുണ്ട്. ഞാൻ നിന്നെ കൈകൊണ്ട് കോരി എടുത്ത് ആ പാറയുടെ പിളർപ്പിലാക്കാം. എന്നിട്ട് ഞാൻ നിന്റെ മുമ്പിൽ കൂടി കടന്നു പോകും. എൻ്റെ മുൻഭാഗം കാണാൻ പറ്റത്തില്ല, എൻ്റെ പിൻഭാഗമോ നിനക്ക് കാണാം. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചു. 30 ലക്ഷം പേർ വേലിക്കപ്പുറം പർവ്വതത്തിൽ തൊട്ടാൽ കല്ലെറിഞ്ഞ്, ഇവിടെ തമ്പുരാൻ പറയുന്നു, ഞാൻ എൻ്റെ കൈ കൊണ്ട് നിന്നെ കോരിയെടുത്ത്. ഉണ്ടോ നിങ്ങൾ? എൻ്റെ കൈ കൊണ്ട് നിന്നെ കോരി ആ പാറയുടെ പിളർപ്പിലാക്കാം മോശെ. ഉണ്ടോ നിങ്ങൾ? ദൈവ സാന്നിധ്യത്തിനും ദൈവബന്ധത്തിനും പരിധിയില്ല. ചോദിക്കുന്നവർക്ക് വേണ്ടി, ദാഹിക്കുന്നവർക്ക് വേണ്ടി, ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകലിലും വ്യാപരിക്കുന്ന ആരാണ് ഈ തലമുറയിൽ, ഈ കൂട്ടത്തിന്റെ നടുവിൽ കർത്താവ് എന്നോട് 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 സംസാരിക്കെന്ന് പറയുന്നത്? നിങ്ങൾ പ്രത്യക്ഷ വന്നു കാണത്തില്ല, നിങ്ങൾക്ക് സ്റ്റേജില്ലായിരിക്കാം, നിങ്ങളെ ആരും അറിയത്തില്ലായിരിക്കാം. പക്ഷെ പ്രാർത്ഥനാ റൂമിൽ കർത്താവേ എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ, എന്നോടൊന്നെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന ദൈവദാസി, കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് ഈ ദിവസങ്ങളിൽ പറയുന്നു, കയറി വരാൻ ഒരുക്കമാണെങ്കിൽ ആരുടെ മുമ്പിലും വെളിപ്പെടാത്തതുപോലെ വെളിപ്പെടുത്താൻ ഞാനും തയ്യാറാണ്. സ്വീകരിച്ച് ഈ അന്തരീക്ഷത്തിൽ ചിലർ സ്വീകരിച്ച് ദൈവം മോശെ കൈകൊണ്ട് കോരി എടുത്ത് പാറയുടെ പിളർപ്പിലാക്കി കൈകൊണ്ട് മറച്ചു. ദൈവം കടന്നുപോയി. പറ, ഇപ്പൊ മോശയും ദൈവവും തമ്മിൽ എന്തുമാത്രം അകലുണ്ട്? പറ. ഒരു കൈപ്പത്തിയുടെ 30 ലക്ഷം പേർ കിലോമീറ്ററുകൾക്കപ്പുറം, ഒരു വേലിക്ക് അപ്പുറം ഇവിടെ ഒരുവൻ വേണോ? ദാഹമുണ്ടോ? കയറിവോ. ഷഖബാഥല്ല, ആരോടും പറയാത്തതുപോലെ. ലഖാഭാഷ എനിക്കറിയത്തില്ല, പ്രസംഗമല്ല. ഒരു സഭാരാധന ഇങ്ങനെയാണോ ശുശ്രൂഷിക്കുന്നത്? വാഗ്ദത്തം പറഞ്ഞ് ധൈര്യപ്പെടുത്തണ്ടേ പാസ്റ്ററെ? എനിക്കറിയത്തില്ല. ഒരു തലമുറയ്ക്ക് ദൈവത്തിൽ നിന്ന് വാങ്ങി കൊടുക്കാൻ ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇങ്ങനെ കയറിയേ. നീ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോ, മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുമ്പോൾ നീ ചോദിച്ചില്ലേ, എന്തിനാ കർത്താവേ എന്നെ ശേഷിപ്പിച്ച്? എന്തിനാ നീ എന്നെ നൈലിൽ വിട്ടുകൊടുക്കാതെ, നീ എന്തിനാ എന്നെ ഒരു ഞാങ്ങണപ്പെട്ടകത്തിനകത്തിട്ട് വളർത്തി വെച്ചേ? ഇതിനായിരുന്നു. ഞാനിപ്പോൾ ഒരു ആട്ടിടയാണ്. കർത്താവ് പറയും, ഇല്ലടാ, നിനക്ക് തോന്നി ഞാൻ നിന്നെ നിർബന്ധിച്ച് നിയോഗത്തിലേക്ക് തിരിക്കുകയാണെന്ന്. നീ പലപ്പോഴും പറഞ്ഞു നീ ചെയ്യത്തില്ല, നീ വിക്കനാണ്. ഞാൻ നിന്നെ നിയോഗത്തിലേക്ക് ഒരു തലമുറ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചേ. പക്ഷെ എൻ്റെ ഹൃദയം അതൊന്നും അല്ലടാ. അതിനപ്പുറം എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെ മലമുകളിൽ സംസാരിക്കാനുണ്ടടാ. കഴിഞ്ഞ 80 വർഷം നീ കടന്നുപോയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ എൻ്റെ മുഖം കാണാൻ ഞാൻ നിന്നെ ഹല്ലേലൂയ പ്രാപ്തനാക്കുകയായിരുന്നു. ആ അനുഭവങ്ങളിലേക്ക് തിരിയാൻ ഞാൻ നിന്നെ പഠിപ്പിക്കുകയായിരുന്നു.
നിന്റെ പ്രതിസന്ധികൾ നിന്നെ തകർക്കുകയല്ല. എവിടെയൊക്കെയോ ആരോടും ഇടപെടാത്തതുപോലെ ദൈവിക ഇടപെടലിലേക്ക് തിരിയാൻ ദൈവം നിന്നെ പഠിപ്പിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തൊടുകയാണല്ലോ കർത്താവ് അവരെ. ശഖബാദാൻ. നീ പലപ്പോഴും ചോദിച്ചില്ല, കർത്താവ് ഇതിനാണോ നീ എന്നെ വിളിച്ച്? ഈ ഒറ്റപ്പെടൽ അനുഭവിക്കാനാണോ നീ എന്നെ വിളിച്ച? അല്ല, അതിന്റെ നടുവിൽ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്ക് എഴുതി വെക്കണം, എനിക്ക് പറയണം അടുത്ത തലമുറയോട്, എന്നോട് മുഖാമുഖമായി സംസാരിച്ച മോശയെ പോലെ ഒരുവൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല.